ഓക്കെ, അപ്പൊ ഇതിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ആക്ടിവിറ്റിയുടെ കോഡ് ചെയ്യാം. രജിസ്റ്റർ ആക്ടിവിറ്റി ഡിസൈൻ ഞങ്ങൾ ചെയ്തായിരുന്നു നേരത്തെ. യൂസർ നെയിമിന്റെ ഒരു ഇൻപുട്ട്, ഇമെയിലിന് ഒരു ഇൻപുട്ട്, പാസ്വേഡിന് പിന്നെ എറേഴ്സ് കാണിക്കാൻ വേണ്ടി ഒരു ഇൻപുട്ട്. ഇൻപുട്ട് അല്ല, ഒരു ടെക്സ്റ്റ് വ്യൂ, പിന്നെ ഒരു ബട്ടൺ. അപ്പോൾ അതിൻ്റെ ഇനി ആക്ടിവിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ, ജാവ ഫയലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് ആ 3 ഇൻപുട്സും പിന്നെ ആ ടെക്സ്റ്റ് വ്യൂയുടെയും ഒരു ബട്ടന്റെയും ഐഡീസ് ആണ്. അപ്പൊ എഡിറ്റ് ടെക്സ്റ്റ് ആണല്ലോ അതിന് ഉപയോഗിക്കണം. എഡിറ്റ് ടെക്സ്റ്റ് ഏതൊക്കെയായിരുന്നു? രജിസ്റ്റർ യൂസർ നെയിം, പിന്നെ രജിസ്റ്റർ ഇമെയിൽ അല്ലേ? ഇത്രയും ആണ് എഡിറ്റ് ടെക്സ്റ്റിൽ വരുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്. ടെക്സ്റ്റ് വ്യൂ, അതിന്റെ പേര് എറേഴ്സ്, പിന്നെ ലാസ്റ്റ് ഒരു ബട്ടൺ. എന്നിട്ട് ഈ ഇത്രയും കോഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന് എല്ലാത്തിനും മെമ്മറി അലോക്കേഷൻ. അപ്പോൾ ആദ്യം രജിസ്റ്റർ യൂസർ നെയിം ഈക്വൽ ടു ആർ ഡോട്ട് അല്ല ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി എന്ന് പറഞ്ഞ മെത്തേഡിൽ ആർ ഡോട്ട് ഐ ഡി ഡോട്ട് ഏതായിരുന്നു? രജിസ്റ്റർ യൂസർ. അതിന്റെ പേരെന്തായിരുന്നു ഇവിടുത്തെ? ഇതിന് രജിസ്റ്റർ ടെക്സ്റ്റ് എന്നാണ് കിടക്കുന്നത്. അല്ലല്ല, രജിസ്റ്റർ യൂസർ നെയിം എന്നാണ് കിടക്കുന്നത്. രജിസ്റ്റർ യൂസർ നെയിം. അതേപോലെ തന്നെ രജിസ്റ്റർ ഇമെയിൽ എന്ന് പറയുന്നത് ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് രജിസ്റ്റർ ഇമെയിൽ. അതായിട്ട് രജിസ്റ്റർ പാസ്വേഡ്, ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് രജിസ്റ്റർ പാസ്വേഡ്. രജിസ്റ്റർ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. രജിസ്റ്റർ യൂസർ പാസ്വേഡ് എന്നാണ് എടുക്കണം. 6 ക്യാപിറ്റൽ വരുന്നു അതിന്റെ പ്രശ്നം. ആ 3 ഇൻപുട്സ് കിട്ടിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് വ്യൂ ഇടാം. ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് രജിസ്റ്റർ എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഇട്ടായിരുന്നു. രജിസ്റ്റർ എറേഴ്സ്. പിന്നെ ലാസ്റ്റ് ബട്ടണിന് രജിസ്റ്റർ ബട്ടൺ ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് അതിൻ്റെ ഐ ഡി ആഡ് യൂസർ എന്നായിരുന്നു. ആഡ് യൂസർ ബട്ടൺ. എന്നിട്ട് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ബട്ടണിന് ഓൺ ക്ലിക്ക് ലിസ്റ്റർ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസ്റ്റർ, പിന്നെ ലാംഡ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആരോ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഇൻപുട്സ് എല്ലാം ബ്ലാങ്ക് നോട്ട് എംപ്റ്റി ആണോ എന്ന് നോക്കണം. എല്ലാത്തിനും എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കണം. പിന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ജസ്റ്റ് ഇതിന് യൂസർ നെയിമിനും പാസ്വേഡിന് മാത്രം വാലിഡേഷൻ കൊടുക്കാം. പാസ്വേഡിന് ഇങ്ങനത്തെ ഒരു വാലിഡേഷൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 8 എന്ന് പറയുമ്പോൾ ഇപ്പൊ 8 ക്യാരക്ടേഴ്സ് വേണമെന്നൊക്കെ പറയുള്ളൂ പാസ്വേഡിൽ. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഞങ്ങൾക്ക് അറിയാലോ, സ്ട്രിങ്ങിന്റെ എന്താണ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 8 ആണെങ്കിൽ മാത്രം എന്താ പറയണ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ രജിസ്റ്റർ ആക്കിയാൽ മതി, ഇല്ലെങ്കിൽ ചെയ്യാണ്ടിരുന്നാൽ മതി. അങ്ങനെ. അപ്പൊ അത് ഒരു വാലിഡേഷൻ. ഇമെയിലിന് ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യണ്ട. ഇമെയിലിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് പാടാണത്. റെജക്സ് നല്ലോണം അറിയാം. റെജക്സ് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാലോ. റെജക്സ്
റെഗുലർ എക്സ്പ്രഷൻ. ഈ സ്ട്രിങ്ങിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, മറ്റേ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ വരില്ല, അതിന് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ റെജെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തായാലും പഠിച്ചു വെക്കാം. അത് സിമ്പിൾ ആണ്, നമുക്ക് ചാറ്റ് ജി പി ടി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ ഞാൻ ഇതിന്റെ യൂസർ നെയിമിന്റെ ഒക്കെ അങ്ങനെ നോക്കിയത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് അറിയാമെങ്കിൽ അത് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അപ്പൊ അതിന് പറഞ്ഞാൽ യൂസർ നെയിം മസ്റ്റ് നോട്ട് ഹാവ് നമ്പേഴ്സ്. ഇങ്ങനെയാണല്ലോ, നമ്പേഴ്സ് ഉണ്ടെങ്കിൽ യൂസർ നെയിമിൽ അങ്ങനെ വെക്കാറില്ലല്ലോ ഞങ്ങൾ അങ്ങനെ. അപ്പൊ ഈ രണ്ട് വാലിഡേഷൻ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നോക്കേണ്ടത് നമുക്ക് ഈ ഇൻപുട്ടിൽ നിന്ന് കിട്ടിയേക്കുന്ന വാല്യൂസ് എല്ലാം സ്ട്രിങ്ങിലോട്ട് അസൈൻ ചെയ്യാം. അപ്പൊ ഞാൻ അത് അസൈൻ ചെയ്തേക്കാം. സ്ട്രിങ് യൂസർ നെയിം തന്നെ വെക്കാം, ഈക്വൽ ടു രജിസ്റ്റർ യൂസർ നെയിം ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എന്നായിരുന്നില്ലേ, ഗെറ്റ് ടെക്സ്റ്റ് ഡോട്ട് ടു സ്ട്രിങ് മറക്കരുത്. പിന്നെ ഡോട്ട് ട്രിം എന്ന് വേണമെങ്കിൽ ചെയ്യാം, സ്പേസ് കളയാൻ വേണ്ടി. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും. ഓക്കെ, അപ്പൊ ഞാൻ ആ ബാക്കിയുള്ളതിനും കൂടെ സ്ട്രിങ്ങിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞത്, മറ്റേ ഡി ബി ഹാൻഡലറിന്റെ ഒബ്ജക്റ്റ് ഞങ്ങൾക്ക് വേണമല്ലോ, എന്നാലേ ഞങ്ങൾക്ക് ഈ ഏതായിരുന്നു ആഡ് യൂസർ എന്ന് പറഞ്ഞ മെത്തേഡ് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡി ബി ഹാൻഡലറിന്റെ ഒബ്ജക്റ്റ് കൂടെ ഇവിടെ ഉണ്ടാക്കണം. ഡി ബി ഹാൻഡലർ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അത് ഇവിടെ തന്നെ എവിടെയെങ്കിലും കൊടുത്താൽ മതി. ഡി ബി ഹാൻഡലർ ഈക്വൽ ടു ന്യൂ ഡി ബി ഹാൻഡലർ. അകത്ത് പാസ് ചെയ്യേണ്ടത് ഡിസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള ആക്ടിവിറ്റി ഏതായിരുന്നു, രജിസ്റ്റർ ആക്ടിവിറ്റി അല്ലേ, ഡോട്ട് ദിസ്. കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യണമല്ലോ ഇവിടെ, നമ്മൾ കൺസ്ട്രക്ടറിൽ അങ്ങനെ വെച്ചേക്കണം. എവിടെ അതെ, കോണ്ടെക്സ്റ്റ് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് കഴിഞ്ഞ് ഇനി ഈ സ്ട്രിങ്സ് എല്ലാം കിട്ടിയിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. എന്താണ്, ഇഫ് അതൊരു ബൂളിയൻ ഫംഗ്ഷൻ ആയിരിക്കും. ഞാൻ പറയാം, ഇഫ് വാലിഡേറ്റ് ഇൻപുട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഞങ്ങൾക്ക് ഈ യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ്, ഇത് മൂന്നും പാസ് ചെയ്ത് കൊടുക്കാം. ഇഫ് ആണെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ ഓൺ ക്രിയേറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും കൊടുത്താൽ മതി. അപ്പൊ പബ്ലിക് ബൂളിയൻ ആണ് ഫംഗ്ഷൻ നെയിം. ഇതിൻ്റെ അകത്ത് ഞാൻ കിട്ടണത് എന്തൊക്കെയാ, സ്ട്രിങ്സ് അല്ലേ, സ്ട്രിങ് യൂസർ നെയിം, സ്ട്രിങ് പാസ്വേഡ്, പിന്നെ സ്ട്രിങ് അയ്യോ ഓർഡർ മാറിപ്പോകണ്ട നോക്കണേ, സ്ട്രിങ് പാസ്വേഡ്. ഇവിടെ എന്താ യൂസർ നെയിമിനാണ്. ഓക്കെ, ഇവിടെ അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് യൂസർ നെയിം എം ടി ആണോ, എം ടിയും നോക്കണം. പിന്നെ അത് എ ടു സെഡ്, അതായത് നമ്പർ ഉണ്ടാവാൻ പാടുള്ളതിൽ. അപ്പൊ അതിന്റെ ഞങ്ങൾക്ക് നോക്കാം. ഇഫ് യൂസർ നെയിം ഡോട്ട് ഇസ് എം ടി ആണെങ്കിൽ, ഓർ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണ്. അതിന്റെ ഞാൻ ഇവിടെ റെഗുലർ എക്സ്പ്രഷൻ കമന്റിൽ വെച്ചേക്കാം. ഇതിന്റെ അർത്ഥം എന്താണ്, സ്മോൾ എ ടു സ്മോൾ ഇസഡ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ ഇസഡ്. പ്ലസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എത്ര ലെറ്റേഴ്സ് വേണമെങ്കിലും വരാം. അതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് യൂസർ നെയിം ഡോട്ട് മാച്ചസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതില് നിങ്ങൾ കണ്ടായിരുന്നു, ഇവിടെ ഡോട്ടിനൊക്കെ ഒരു സജഷൻ വന്നായിരുന്നു. മാച്ചസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും സ്ട്രിങ് റെജക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ റെഗുലർ എക്സ്പ്രഷൻ. അപ്പൊ മാച്ചസ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു സ്ട്രിങ്ങും ഒരു റെഗുലർ എക്സ്പ്രഷനും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ മാച്ചസ് എന്താണ്, ഞങ്ങൾക്ക് കിട്ടിയേക്കണ ആ റെഗുലർ എക്സ്പ്രഷൻ ഇതിൽ പേസ്റ്റ് ചെയ്ത് വെക്കും. പിന്നെ ഞങ്ങൾക്ക് നോട്ട് മാച്ചസ് ആണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അത് എ ടു ഇസഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എ ടു ഇസഡ് അല്ലെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഫോൾസ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ റിട്ടേൺ ഫോൾസ്.
ഇത് മനസ്സിലായില്ലേ? സ്ട്രിങ് എം ടി അല്ല, സ്ട്രിങ് എം ടിയുമാണ്. സ്ട്രിങ് എം ടി ആണെങ്കിൽ ഓർ സ്ട്രിങ് എ ടു സെഡിലത്തെ ഏതെങ്കിലും ക്യാരക്ടർ അല്ലെങ്കിൽ, അതായത് നമ്പർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ ഫോൾസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് ഇൻപുട്ട് വാലിഡേറ്റ് ആവില്ല. ഏതെങ്കിലും ഒരെണ്ണം ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം പോകില്ലേ. അങ്ങനെ ഇഫ് യൂസർ നെയിമിന്റെ കഴിഞ്ഞ് പിന്നെ ഇഫ് ഇമെയിൽ. ഇമെയിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഇപ്പൊ എന്താ പറയണ, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ വെക്കാം. അല്ല, ഇത് വെക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് അറ്റ് സിമ്പിൾ വരും. അപ്പൊ ഇമെയിൽ ജസ്റ്റ് എം ടി ആണോ അല്ലെന്ന് മാത്രം നോക്കിയാൽ മതി. ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് ഇമെയിൽ ഇസ് എം ടി എന്ന് മാത്രം നോക്കിയാൽ മതി. അതിന്റെ റെഗുലർ എക്സ്പ്രഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല ശരി. അപ്പൊ ഇഫ് ഇമെയിൽ ഇസ് എം ടി ആണെങ്കിൽ റിട്ടേൺ ഫോൾസ്, ഇമെയിൽ എം ടി ആണെങ്കിൽ ഫോൾസ് ചെയ്യണം. പിന്നെ ഇതേപോലെ തന്നെ പാസ്വേഡ് പിന്നെ ഇഫ് പാസ്വേഡ് ഞങ്ങൾക്ക് ഇവിടെ നോട്ട് തന്നെ കൊടുക്കാം. ഇഫ് പാസ്വേഡ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടല്ലോ സ്ട്രിങ്ങിന്. പാസ്വേഡ് സ്ട്രിങ് ആണല്ലോ, സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ക്യാരക്ടേഴ്സ് കിട്ടും. പാസ്വേഡ് ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 8. ഇവിടെ എന്താ ഇഷ്യൂ? ഇഫ് സ്റ്റേറ്റ്മെന്റ് സൈഡ് എഫക്ട്സ് ഇത് ബ്രാക്കറ്റിൽ ഇടാനാണല്ലേ പറയണം. ഇത്രയും ബ്രാക്കറ്റിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ പാസ്വേഡ് എം ടി ആണ്, അല്ലെങ്കിൽ പാസ്വേഡിന്റെ ലെങ്ത് 8 കുറവാണെങ്കിൽ റിട്ടേൺ ഫോൾസ്. ഇത്രയും പ്രശ്നമില്ലെങ്കിൽ ഇത് ഒന്നും അല്ലെങ്കിൽ റിട്ടേൺ ട്രൂ. എല്ലാം ചെക്ക് ഫെയിൽ, എല്ലാം ചെക്ക് സക്സസ് ആയി. മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. സ്ട്രിങ്ങിന്റെ നോക്കുക, ആദ്യം യൂസർ നെയിമിന് നോക്കുക. യൂസർ നെയിം എം ടി ആണെങ്കിൽ, അല്ലെങ്കിൽ യൂസർ നെയിമിൽ എ ടു സെഡ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ഫോൾസ്. എന്നിട്ട് ഞങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഇവിടെ സ്ട്രിങ് കൊടുത്താലോ? വേണ്ടല്ലേ, സ്ട്രിങ് വേണ്ട. ഞങ്ങൾക്ക് ഓൾറെഡി എറർ എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഇതിന്റെ അകത്ത് ഞങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് കൊടുക്കാം. ഇനി എറേഴ്സ് ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഡോട്ട് സെറ്റ് ടെക്സ്റ്റ്. ഇവിടെ എന്താണ് എറർ? യൂസർ നെയിം cannot be empty or സെറ്റ് ടെക്സ്റ്റിൽ സ്ട്രിങ് വെക്കാൻ അത് കുഴപ്പമില്ല, അത് ഇഗ്നോർ ചെയ്താൽ മതി. cannot be empty or യൂസർ നെയിം cannot have numbers അല്ലേ. അപ്പൊ ഇതേപോലെ തന്നെ ഇമെയിലും ഇമെയിൽ cannot be empty മാത്രം മതി. ഇപ്പൊ ഇമെയിൽ cannot be empty. ഇവിടെ എന്താ? പാസ്വേഡ് cannot be empty or password length should be 8, minimum 8 നോക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രിങ് ഏതെങ്കിലും വാലിഡ് അല്ലെങ്കിൽ ഈ ഇത്ര മെസ്സേജ് ഞങ്ങളുടെ ഇതിൽ വരും. സെറ്റ് ടെക്സ്റ്റ് ചെയ്തിട്ട് എറേഴ്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ വരും. എറേഴ്സ് എവിടെ കിടക്കണം? ഞങ്ങളുടെ ആക്ടിവിറ്റി XML ഇവിടെ ഇട്ട് ഞങ്ങളുടെ എറേഴ്സ് വരും. വേണമെങ്കിൽ അത് ടോസ്റ്റ് ആക്കിയിട്ട് വെക്കാം, പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു രസമാണല്ലോ. എറേഴ്സ് ഞങ്ങൾ സെറ്റ് ചെയ്തു. ഇനി ഇഫ് വാലിഡ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? ഞങ്ങൾക്കിത് ഡാറ്റാബേസിൽ ഇൻസേർട്ട് ആക്കാൻ നോക്കണം. ഇനി ഇൻസേർട്ട് ആക്കുമ്പോൾ ഞങ്ങൾക്ക് ഏത് മെത്തേഡാണ് വിളിക്കേണ്ട? ഇവിടെ ഡാറ്റാബേസ് ഹെൽപ്പറിൽ ചെക്ക് യൂസറല്ല, ആഡ് യൂസർ എന്ന് പറഞ്ഞ മെത്തേഡാണ് വിളിക്കേണ്ടത്. അതിൽ യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് ആ ഓർഡറിൽ തന്നെ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആഡ് യൂസറല്ല, db handler ഡോട്ട് ആഡ് യൂസർ. അതിൻ്റെ അകത്ത് നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, പിന്നെ
ഇമെയിൽ, പാസ്വേഡ്, ഇത്രയും പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് റിട്ടേൺ വാല്യൂ കിട്ടുന്നുണ്ട്. ഞങ്ങൾ സ്ട്രിങ് വെച്ചായിരുന്നു, ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റിട്ടേൺ ചെയ്യൂലേ, ഇമെയിൽ മസ്റ്റ് ബി യൂണീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും ബൂളിയൻ തന്നെ ആക്കാം അല്ലേ, വെറുതെ സ്ട്രിങ് ആക്കി വെച്ചത്. ബൂളിയൻ ഇപ്പൊ റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ മാത്രം മതി ഇപ്പൊ, ഈ സ്ട്രിങ്ങേ വേണ്ട ഇവിടെ. അത് ഞാൻ ഓർത്തില്ല കേട്ടോ അത്രയും. എന്താ പറയുക, സ്ട്രിങ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യണമല്ലോ ഇപ്പൊ ഇൻസേർട്ട് ആയോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ സ്ട്രിങ് വെച്ചിട്ട് ഇങ്ങനെ മാച്ച് ആവണ്ടെന്ന് നോക്കേണ്ടി വരും. ഇഫ് ഇങ്ങനെ ഇഫ് str ഡോട്ട് ഈക്വൽസ് ഇതിന്റെ അകത്ത് ഞങ്ങൾ എന്താണ് രജിസ്റ്റർ സക്സസ്ഫുൾ അങ്ങനെ പറഞ്ഞ് കൊടുക്കേണ്ടി വരും. അതിനേലും എളുപ്പം ശരിക്കും ജസ്റ്റ് ഒരു ഇഫ് കണ്ടീഷനിൽ ആ ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ട രീതിയിലാക്കാലോ. അപ്പൊ ഇവിടെ ബൂളിയൻ കൊടുത്തിട്ട് റിട്ടേൺ റിസൾട്ട് നോട്ട് ഈക്വൽ ടു -1. അപ്പൊ റിസൾട്ട് -1 ആണെങ്കിൽ ഫോൾസും, റിസൾട്ട് -1 അല്ലെങ്കിൽ ട്രൂ. എന്നാൽ ഇൻസേർട്ട് ആയില്ലെങ്കിൽ ഫോൾസ്, ഇൻസേർട്ട് ആയെങ്കിൽ ട്രൂ. അപ്പൊ ഇതും ഞങ്ങൾക്ക് ഈ കണ്ടീഷനിൽ വെക്കാം. വേണമെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ ആൻഡ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് വാലിഡ് ആയാൽ മാത്രമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ കൊടുക്കാം ഇഫ് db ഹാൻഡലർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് യൂസർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ടോസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിക്കണം യൂസർ ആഡ് ആയി എന്നുള്ളത്. അപ്പൊ എന്തായിരുന്നു ടോസ്റ്റ് വെക്കാനായിട്ട് ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു എന്താ സ്റ്റാറ്റിക് മെത്തേഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ കോണ്ടെക്സ്റ്റ് ആണല്ലോ. അപ്പോൾ രജിസ്റ്റർ ആക്ടിവിറ്റി ഡോട്ട് ദിസ്, പിന്നെ മെസ്സേജ് രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി, പിന്നെ ലാസ്റ്റ് ഞങ്ങളുടെ ഇതിന്റെ ലെങ്ത്, ടോസ്റ്റിന്റെ ലെങ്ത്. അപ്പൊ ടോസ്റ്റ് ഡോട്ട് ലെങ്ത് ലോങ് തന്നെ കൊടുക്കാം. ഡോട്ട് ഷോ കൊടുക്കാൻ മറക്കരുത്. ഡോട്ട് ഷോ ടോസ്റ്റ് കാണാൻ പറ്റും. രജിസ്റ്റർ ആയെങ്കിൽ രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ് കാണിക്കും, ടോസ്റ്റ് കാണിക്കും. ടോസ്റ്റ് കാണിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, ഞങ്ങളുടെ ഫിനിഷ് കൊടുത്താൽ മതി. ഫിനിഷ് കൊടുക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഈ ആക്ടിവിറ്റിയിലായിരിക്കില്ലേ, നമ്മൾ ഇത് നിൽക്കുമ്പോൾ ഒരു ടോസ്റ്റ് വരും. എന്നിട്ട് ഈ രജിസ്ട്രേഷൻ പേജ് കൂട്ടിയിട്ട് ഞങ്ങൾ എവിടെ വരും, മെയിൻ ആക്ടിവിറ്റിയുടെ ഇവിടെ വരും. അങ്ങനെ ആക്കിയാൽ പോരെ. അതോ ഞങ്ങൾക്ക് ലോഗിനിലോട്ടേക്ക് പോകണോ? ലോഗിനിലോട്ടേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഡന്റ് ഇവിടെ കൊടുത്തിട്ട് നോക്ക്, ഇൻഡന്റ് ഈക്വൽ ടു ന്യൂ ഇൻഡന്റ്. ഇൻഡന്റിന്റെ അകത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഉള്ള ആക്ടിവിറ്റിയും പോകേണ്ട ആക്ടിവിറ്റിയും. അപ്പൊ രജിസ്റ്റർ ആക്ടിവിറ്റി ഡോട്ട് ദിസും ലോഗിൻ ആക്ടിവിറ്റി ലോഗിൻ ഡോട്ട് ക്ലാസ്. അപ്പൊ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നേരെ ലോഗിനിലോട്ട് പോകും. ഞങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്റ്റർ സക്സസ്ഫുള്ളി, യു ക്യാൻ നൗ ലോഗിൻ അങ്ങനെ കൂടെ കാണിക്കാം. സക്സസ് ആയെങ്കിൽ മാത്രം ലോഗിൻ ചെയ്തിട്ട് രജിസ്ട്രേഷനിൽ പോയി ലോഗിനിലോട്ട് പോയിട്ട് കാണിച്ചിട്ട് ഇത് ഫിനിഷും ചെയ്യാം. ഫിനിഷ് എന്ന് പറയുമ്പോൾ ബാക്ക് ലോഗിൻ പേജിൽ വന്നിട്ട് ബാക്ക് അടിക്കുമ്പോൾ തിരിച്ച് ഞങ്ങൾ ഇവിടെ വരണ്ട, രജിസ്ട്രേഷൻ പേജിൽ വരണ്ട എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇത് നിൽക്കുമ്പോൾ നേരെ പോണത് ഇവിടെ ആയിരിക്കും, ഈ ഒരു പേജിലായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ബാക്ക് ബട്ടൺ അടിക്കുമ്പോൾ തിരിച്ച് വന്നത് ഈ മെയിൻ ആക്ടിവിറ്റിയിലായിരിക്കും. അങ്ങനെ പോരെ. അവിടെ ഫിനിഷ് കൊടുത്ത് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. ഇഫ് കണ്ടീഷൻ അല്ലെങ്കിൽ എൽസ് കൊടുക്കണോ? എൽസില് ഇപ്പൊ വാലിഡേറ്റ് ആയില്ലെങ്കിൽ നമുക്ക് എറർ മെസ്സേജ് കാണാൻ പറ്റും.
അല്ലാണ്ട് വാലിഡേറ്റ് ആയി പക്ഷെ ഇൻസേർട്ട് ആയില്ലെങ്കിൽ എന്ത് പറ്റും? ഒന്നും പറ്റൂല. അപ്പൊ ടോസ്റ്റ് കാണിക്കേണ്ടി വരും. ഇവിടെ എൽസ് കൊടുക്കേണ്ടി വരും. ഇവിടെ എൽസ് കൊടുത്തിട്ട് ടോസ്റ്റ് ഡോട്ട് മേക്ക് ടോസ്റ്റ് മാത്രം കാണിച്ചാൽ പോരെ? എല്ലാ ഇൻപുട്സും ക്ലിയർ ചെയ്യണമെന്നില്ലെന്ന് നോക്കണം. നോക്കാം. ഫെയിൽഡ് എന്ന് പറഞ്ഞ് കാണിക്കാം. രജിസ്ട്രേഷൻ ഫെയിൽഡ്. ഇത്ര പോരെ? വേണമെങ്കിൽ ഇൻപുട്സ് ക്ലിയർ ചെയ്തിട്ട് ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് വെറുതെ ഒരു ബ്ലാങ്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ വെക്കാം. അത് വേണമെന്നില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ എറേഴ്സിന്റെ വേണ്ട, ഇത്ര മതി. ടോസ്റ്റ് മാത്രം വെച്ചാലും മതി. ഇനി നെക്സ്റ്റ് ലോഗിനിലോട്ട് പോയാലോ? ലോഗിൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇതിനു മുമ്പ് ഞാനൊരു കമ്മിറ്റ് ഇട്ടിട്ട് ഈ വീഡിയോയുടെ ലെങ്ത് എത്രയെന്ന് നോക്കട്ടെ. ലെങ്ത് ഒരു 10 മിനിറ്റ്സ് കൂടുതലാണെങ്കിൽ ഞാൻ അടുത്ത ഇതിൽ ലോഗിൻ ചെയ്തിട്ടേക്കാം. അപ്പൊ ഇവിടെ വരേണ്ടത് രജിസ്റ്റർ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ലോഗിനിലോട്ട് വരണം. ലോഗിനും ഏകദേശം സെയിം തന്നെയാണ്. ഇതില് കണ്ടില്ലേ, 2 ഇൻപുട്സ് ഉണ്ടാവും, ഒരു എറർ ഉണ്ടാവും, ഒരു ലോഗിൻ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ കേട്ടോ. രജിസ്റ്ററിൽ ചെയ്ത സെയിം പോലെ തന്നെ ആദ്യം ഈ ഇൻപുട്സും ബട്ടണും ടെക്സ്റ്റ് വ്യൂ എല്ലാം ഡിക്ലെയർ ചെയ്തിട്ട് അതെല്ലാം അസൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ബട്ടണിന് ഓൺ ക്ലിക്ക് ലിസണർ കൊടുത്തിട്ട് അതിൻ്റെ അകത്തായിരിക്കും ഞങ്ങൾ ചെക്കും കാര്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനെന്നാ നെക്സ്റ്റ് പാർട്ടിൽ ഇട്ടേക്കാം. ലോഗിൻ്റെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ആപ്പ് എങ്ങാനും ഡിവൈസ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോക്കാം രജിസ്ട്രേഷൻ ആവണ്ടെന്ന് നോക്കിയിട്ട്. കണക്റ്റിംഗ് ടു എമുലേറ്റർ. ഞാൻ നോക്കിയിട്ട് ഇത് വീണ്ടും ഒരു റീബൂട്ട് പോലെയാണ് നടക്കുന്നത് ഇവിടെ. അപ്പൊ ഞാൻ എന്തായാലും മറ്റേ ലാസ്റ്റ് വീഡിയോ ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് ഒരു പ്രിവ്യൂ പോലെ ഇട്ടേക്കാം. അതാണ് നല്ലത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ലോഗിൻ ഇട്ടേക്കാം.